ഇടതുപക്ഷം തള്ളിപ്പറയുമ്പോഴും ലേബർ കോഡിൽ കേരള സർക്കാരും കരട് വിജ്ഞാപനം ഇറക്കിയത് സംബന്ധിച്ച് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിശദീകരണം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡിനെ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും കോഡനുസരിച്ചുള്ള കരട് ചട്ടങ്ങൾ സംസ്ഥാന തൊഴിൽ വകുപ്പ് തയ്യാറാക്കി. ചട്ടങ്ങൾ തയ്യാറാക്കുക മാത്രമാണ് ചെയ്തതെന്നും നടപ്പിലാക്കുവാനുള്ള ഒരു തുടർ നടപടിയും ചെയ്തിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ലേബർ കോഡിൽ സംസ്ഥാനം നിലപാട് അറിയിച്ചതാണ്. മാധ്യമപ്രവർത്തകരെ പോലും ബാധിക്കുന്ന രീതിയിലാണ് നിയമം. കേന്ദ്ര ലേബർ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നു. സംസ്ഥാന തൊഴിൽ സെക്രട്ടറിയും പങ്കെടുത്തിരുന്നു. ഈ നിർദ്ദേശപ്രകാരം ഒരു കരട് പ്രസിദ്ധീകരിച്ചിരുന്നുവെന്നും 19-ന് തൊഴിൽ കോൺക്ലേവ് വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര തൊഴിൽ കോഡ് അംഗീകരിക്കുന്നില്ല. സംസ്ഥാനത്തിന്റെ നിലപാട് കേന്ദ്രത്തെ ശക്തമായി അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വേതന കോഡിൽ ഒരു കരട് വിജ്ഞാപനം ഇറങ്ങാല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നാളെ ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള സുപ്രീം കോടതി വിധിയിൽ റവന്യൂ നൽകുന്ന കാര്യം പരിശോധിക്കുമെന്നും അഭിഭാഷകൻ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ലേ എന്ന് സംശയമെന്നും മന്ത്രി പ്രതികരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന്റെ പുരോഗതി കോടതി മനസ്സിലാക്കാത്തതിൽ ദുഃഖമുണ്ട്. 1400 സ്കൂളുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനങ്ങളുടെയും ലേബർ സെക്രട്ടറിമാരുടെ റീജിയണൽ യോഗങ്ങൾ ചേർന്നിരുന്നു. നമ്മുടെ സംസ്ഥാനവും അതിൽ പങ്കെടുത്തു. റീജിയണൽ യോഗത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം അവർ വന്നു. പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. പങ്കെടുക്കാൻ വേണ്ടിയുള്ള അനുവാദം തന്നെ കൊടുത്തിരുന്നു. ആ പങ്കെടുത്ത യോഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മാൻഡറ്ററി ആയിട്ട് നിർബന്ധപൂർവ്വം നിങ്ങൾ റൂൾസ് ഫ്രെയിം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. റൂൾസ് ഫ്രെയിം ചെയ്താലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്നത് റൂൾസ് സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിക്കണം, നിയമസഭാ കമ്മിറ്റി, ലേബറിൻ്റെ നിയമസഭാ കമ്മിറ്റികൾ അംഗീകരിക്കണം, പബ്ലിക്കിന് അഭിപ്രായം പറയാനുള്ള അവകാശം കൊടുക്കണം, ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനോട് സംസാരിക്കണം. ഇതൊരു കരടായിട്ട് ഒന്ന് തയ്യാറാക്കി വെച്ചു. അത് അങ്ങനെ തന്നെ തയ്യാറാക്കിയ സ്ഥലത്ത് തന്നെ ഇരിക്കുക. ഒരു ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ല.